ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോക സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, വിവാഹം, ഇങ്ങനെ ഇസ്ലാം ലോകത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്ത ഏതൊരു കർമ്മം കൊണ്ടും കേവലം യാന്ത്രികമായ ഒരു മെയ്വഴക്കം കാണിക്കുക, ചില സമയത്ത് മാത്രം ഒരു പ്രത്യേക ആചാരം നിർവഹിക്കുക എന്ന നിലക്കല്ല അല്ലാഹു തആല ഇസ്ലാമിലെ ഇബാദത്തുകളെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് പരിശുദ്ധ ഇസ്ലാമിലെ ഏതൊരു കർമ്മത്തിനും 3 ലക്ഷ്യം ചേരുമ്പോൾ മാത്രമാണ് ആ കർമ്മം കൊണ്ട് മനുഷ്യനും ആ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിനും ആ പ്രവൃത്തി കൊണ്ട് ആ മനുഷ്യനും റബ്ബിന്റെ അരികിൽ അത് ഉപയോഗപ്പെടുന്നത് 3 ലക്ഷ്യങ്ങൾ ആ കർമ്മത്തിൽ കൂടിച്ചേരുന്ന സമയത്താണ്. അതിലൊന്ന് അള്ളാഹുവിന്റെ സന്തുഷ്ടി നേടിയെടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ആത്മീയപരമായൊരു മാറ്റം ആ കർമ്മം കൊണ്ട് നമുക്കുണ്ടാകണം. മൂന്നാമത്തെ ലക്ഷ്യം ആ കർമ്മം കൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കത് കാരണമാവണം. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ വിശദീകരിക്കുകയാണെങ്കിൽ 5 വക്ത് നമസ്കരിക്കുന്ന ഒരു അടിമയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തി, അത് നിങ്ങളുടെ റബ്ബിന് സന്തുഷ്ടമായ രീതിയിൽ നിർവഹിക്കണം. അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി തന്ന രീതിയിൽ, എങ്കിൽ അല്ലാഹു തആല ആ വിഷയത്തിൽ തൃപ്തനായിരിക്കും.
കേവലം റബ്ബിനെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്നതല്ല നമസ്കാരം. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ 5 വക്ത് നമസ്കാരം കൊണ്ട് അവനവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗവും കൃത്യമായി ശുദ്ധീകരിക്കപ്പെടണം. ളുഹർ നമസ്കരിക്കുന്നവൻ അസർ വരെ അതിന്റെ കൂലി നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആത്മീയപരമായ ഒരു മാറ്റം ആ നമസ്കാരം കൊണ്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ അവന്റെ നമസ്കാരം അവനെ വാർത്തെടുക്കുമ്പോൾ അവൻ ഇടപെടുന്ന സമൂഹത്തിലെ ഏതേത് രംഗത്തും വലിയ മാറ്റങ്ങളായിരിക്കും അവന്റെ ഇബാദത്ത് അവനെ വരുത്തി തീർക്കുന്നത്. അവൻ ചെയ്യുന്ന കച്ചവടം, അവൻ നിൽക്കുന്ന മധ്യസ്ഥം, അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം, ഇതൊക്കെ നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും എന്റെ 5 വക്ത് നമസ്കാരത്തിന്റെ കൂലി ഞാൻ നഷ്ടപ്പെടുത്തില്ല, ഞാൻ നമസ്കരിച്ചിട്ട് ഈ അനീതിക്ക് കൂട്ടുനിന്നാൽ എന്റെ നമസ്കാരം ബാത്തിലായി പോകും എന്ന് ചിന്തിക്കുന്നതാണ് 3ാമത്തെ ലക്ഷ്യം, സാമൂഹികമായ ആത്മീയപരമായ മാറ്റം. എങ്കിൽ നമ്മളുടെ ഒരു ഇബാദത്തിൽ ഈ 3 കാര്യങ്ങളും വരുന്നില്ലെങ്കിൽ കേവലം യാന്ത്രികമായി നമസ്കരിക്കുന്നു, നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല, നമസ്കാരത്തിന്റെ ഒരു ക്വാളിറ്റിയും അവനവൻ ഇടപെടുന്ന രംഗത്തില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, അത് കേവലം അഭിനയം മാത്രമാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ, റസൂലേ അവരിൽ ചിലർ പറയും ഞങ്ങൾക്ക് അല്ലാഹുവിൽ വലിയ വിശ്വാസമുണ്ടെന്ന് അവർ പറയും. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവരുടെ ഹൃദയത്തിലേക്ക് ആ ഈമാൻ കയറി ചെന്നിട്ടുണ്ടാവില്ല. കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇബാദത്ത് അവർക്ക് മാറ്റം വരുത്തും. ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പരിഗണിക്കാത്തൊരു മേഖലയാണ് ഇസ്ലാമിലെ മുസ്ലിം സമൂഹത്തിന്റെ വിവാഹത്തിന്റെ മേഖല. വ്യക്തിപരവും സാമൂഹികപരമായ ഒരു നന്മയും വിവാഹപരമായ ആലോചനകളിലോ വിവാഹം സംഘടിപ്പിക്കുന്നതിലോ ആളുകൾ ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ടാണ് പേക്കൂത്തുകൾ നടക്കുന്ന കല്യാണങ്ങൾ കൂടാനുള്ള കാരണം. ഈ വിവാഹത്തിൽ റബ്ബ് വരണം, എന്റെ റബ്ബിന്റെ ബർക്കത്ത് എന്റെ മക്കൾക്ക് കിട്ടണം, എന്റെ സുഹൃത്തിന് പടച്ച റബ്ബിന്റെ കാവലുണ്ടാകണം, ഇതൊന്നുമല്ല ആളുകളുടെ ലക്ഷ്യം. സാമൂഹികപരമായോ വ്യക്തിപരമായോ ഒരു നീതിയും കാണിക്കാത്ത, സർവ അന്യായങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വിവാഹത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പല മര്യാദകളും വേണ്ടത്ര സൂക്ഷ്മതയോടെ പലരും സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഇന്ന് പൊതുവെ ഒരു കൂട്ടരുണ്ട്, അത്യാവശ്യം പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കല്യാണം നടത്തും. നിക്കാഹ് മാത്രമേ അള്ളാനെ ഭയപ്പെടൂ. നിക്കാഹ് അത്യാവശ്യം പടച്ചോന്റെ ബർക്കത്തുണ്ടാവണം, അത് കൃത്യമായിട്ട് ഒരു മൗലവിനെ കൊണ്ടുവന്ന് മലയാളത്തെ പ്രസംഗിപ്പിക്കണം. ആ നിക്കാഹിന്റെ സദസ്സിൽ വേണ്ടാത്ത ആചാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതേ മനുഷ്യർ വിവാഹത്തിന്റെ ദിനം വരുമ്പോ ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണിച്ചു കൂട്ടുന്നു. രണ്ടാമത്തെ ഒരു കുട്ടരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കേട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണം, നാട്ടുകാർക്കിടയിൽ പേരെടുക്കണം, ആൾക്കാരിന്റെ കല്യാണത്തെ പറ്റി ഒന്ന് ഭംഗിയാക്കി പറയണം. ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പോലും ബോധ്യമില്ലാതെ ഒരു പാർട്ടിക്കാർ വരുന്നു, അത് വെച്ചോ, ഈ പാർട്ടിക്കാർ വരുന്നു, അതും വെച്ചോ, ഈ പാർട്ടിക്കാർ വരുന്നു, ഇങ്ങനെ ചെയ്യുന്നതെന്ത്? വിവാഹത്തിൽ ഇസ്ലാമിന്റെ മര്യാദ എന്ത്? ഇതൊന്നും നോക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടർ എങ്ങനെങ്കിലും കെട്ടിക്കണം, അതാണായാലും പെണ്ണായാലും എങ്ങനെങ്കിലും ഒന്ന് തലമൊന്ന് ഒഴിവാക്കണം. സമയമാകുമ്പോ ഏതൊന്നു പോലും അന്വേഷിക്കാതെ സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന മാതാപിതാക്കളും ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സുന്നത്തായ കാര്യമാണ് വൈവാഹിക രംഗത്ത് ഇടപെടുക എന്നുള്ളത്. ആ സുന്നത്ത് ഇടപെടുന്ന സമയത്ത് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചത് അള്ളാന്റെ പ്രവാചകനാണ്. വ്യക്തമായൊരു മുന്നൊരുക്കവും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുമാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സുന്നത്ത് വലിച്ചെറിയപ്പെടും, ആ ഇബാദത്തുകൾ നാശമാകും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത കോലത്തിൽ ഇസ്ലാമിലെ പരിപാവനമായ പല ആചാരങ്ങളും ജനങ്ങളാൽ ചവിട്ടി മെതിക്കപ്പെടും. ആ ചവിട്ടി മെതിക്കപ്പെട്ടതാണ് ഇന്നത്തെ വിവാഹം. ആലോചനകൾ മുതൽ, കണ്ടുപോരുന്നത് മുതൽ, വിവാഹം തീർന്നാലും അവസാനിക്കാത്ത പേക്കൂത്തുകൾ ഇന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാനൊരു സുന്നത്തിൽ ഇടപെടുന്നുണ്ടോ എങ്കിൽ
ആ സുന്നത്തന്നെ സ്വർഗത്തിലെത്തിക്കണം എന്ന് ചിന്തിച്ച് ഇടപെടണം. അതിന് പറ്റുന്നില്ലേ, നോമ്പ് വെച്ചാ മതി. എങ്ങനെങ്കിലും കാണിച്ചു കൂട്ടണം നല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന. എങ്ങനെങ്കിലും മക്കൾക്ക് പ്രായപ്പിച്ചിട്ട് കെട്ടിച്ചു വിടണം എന്നല്ല. നിങ്ങളാ നിർവഹിക്കുന്ന വിവാഹത്തിൽ പടച്ച റബ്ബിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോൽക്കാൻ മക്കളോട് കൽപ്പിക്കണം. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, മൻ അഹിയാ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ ആര് ജീവിപ്പിക്കുന്നുവോ അവനാണ് എന്നെ സ്നേഹിച്ചവൻ. ഞാൻ പഠിപ്പിച്ച കർമ്മങ്ങൾ ഞാൻ പഠിപ്പിച്ച കോലത്തിൽ നിർവഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചവരാ. വമൻ അഹബ്ബനി, അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടെങ്കിൽ കാന മഈ ഫിൽ ജന്ന, അവരെന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചു നോക്കൂ, അവനവന്റെ മക്കളുടെ കല്യാണം നടത്തിയിട്ട് എത്ര മാതാപിതാക്കൾ റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിലുണ്ടാവും? എത്ര വാപ്പയമ്മയും സ്വർഗത്തിലുണ്ടാവും? വിവാഹം കൊണ്ട് മാത്രം പടച്ച റബ്ബിന്റെ ദുനിയാവിനെയും സംസ്കാരത്തെയും വികലമാക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ ഈ സമൂഹത്തിലുണ്ട്, സമുദായത്തിലുണ്ട്. അറിവിന്റെ കുറവല്ല, മലയാളത്തിലെ ഖുതുബയുടെ പോരായ്മകളല്ല. അതോടൊപ്പം തന്നെ തിരുദൂതൻ പഠിപ്പിച്ചു, അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്തിൽപ്പെടും. ഇന്ന് ചതിയും വഞ്ചനയും മാത്രം നിറഞ്ഞു നിൽക്കുകയാ വിവാഹ സംബന്ധമായ മേഖലകൾ. മറ്റുള്ളവനെ കരയിപ്പിച്ചിട്ടും അനീതി കൊണ്ടും അതല്ലെങ്കിൽ അക്രമം ചെയ്തും കുതന്ത്രം ചെയ്തും ഒരുപാട് കുടുംബങ്ങൾ വിവാഹത്തിന്റെ പേരിൽ ഇന്ന് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പൊതുവെയുള്ളൊരു ധാരണ, മറ്റേത് കുടുംബം കരഞ്ഞാലും നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്തണം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ മക്കളെ നന്നാക്കണം. ഏതൊക്കെ ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും ആൾക്കാരെ തലയിൽ കെട്ടിവെച്ചും അതല്ലെങ്കിൽ എങ്ങനെയോ കെട്ടിക്കൊണ്ടോന്ന് കുടുക്കിയാലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ പലർക്കുള്ളൂ, ആളുകളുടെ സ്വന്തം സ്വാർത്ഥമായ താല്പര്യം. ഇവിടെയാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വാക്ക് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, മനസ്സ് വേദനിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, അതാണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ, അങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടവന്റെ മനസ്സു വേദനിക്കപ്പെട്ടവന്റെ ഇടയിലും റബ്ബിനിടയിലും ഒരു മറയില്ല. അവന്റെ മനസ്സെന്ത് കരഞ്ഞിട്ടുണ്ടോ, എന്തവൻ റബ്ബിനോട് കണ്ണീരോടെ പറഞ്ഞു പോയിട്ടുണ്ടോ, അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ സാമൂഹികാന്തരീക്ഷത്തിൽ വൈവാഹിക ആലോചനകളിൽ പോലും അനീതി കാണിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒരിക്കലും വിവാഹ ആലോചനയിൽ അന്യായം പ്രവർത്തിക്കാൻ പാടില്ല. കാരണം നീതി നഷ്ടപ്പെടുമ്പോ, അന്യായം ചെയ്യപ്പെടുമ്പോ രണ്ട് മക്കളല്ല കരയുന്നത്, ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലാവുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മളെ നാട്ടിലും ഒരു വിവാഹം നടന്നെന്ന് സങ്കല്പിക്കുക. അനുഭവമാ. വിവാഹത്തിന്റെ സ്വപ്നത്തോടുകൂടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സമ്മതം ചോദിച്ചു, പല നിലക്കും സമ്മതം ചോദിച്ചു. അവസാനം വിവാഹം വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. പക്ഷേ വിവാഹത്തിന് ശേഷം 3 മാസക്കാലത്തോളം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കാൻ പോലും ആ പെൺകുട്ടി സമ്മതിച്ചിട്ടില്ല. അവനോടൊപ്പം യാത്ര ചെയ്യാൻ ആ പെൺകുട്ടിക്ക് മടി, അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടിക്ക് മടി, അവനോടൊപ്പം ഒരു ബെഡ് കിടക്കാൻ പെൺകുട്ടിക്ക് മടി. സാധുവായ ചെറുപ്പക്കാരൻ ഇതൊക്കെയായിരിക്കും കുടുംബത്തിന്റെ തുടക്കകാലം എന്ന് വിശ്വസിച്ച് ഏകദേശം 70, 80, 90 ദിവസം കണ്ണുനീരോടെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവസാനം അന്വേഷണങ്ങൾ പലതും നടന്ന് വിഷയത്തിലേക്ക് എത്തിച്ചേർന്നപ്പം അറിഞ്ഞ വസ്തുത, ആ പെൺകുട്ടിക്ക് അതേ കുടുംബത്തിലെ ഒരു ചെറുക്കനുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ചില മക്കൾ പറയുന്ന മാതിരി ബസ്റ്റി, ആൺ സുഹൃത്ത്, അതല്ലെങ്കിൽ ഫ്രണ്ട്, ചങ്ക്, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ആ ആൺകുട്ടിയോട് താല്പര്യം ആ പെൺകുട്ടി കുടുംബത്തിൽ അവതരിപ്പിച്ചു. സ്വന്തം കുടുംബത്തിലുള്ളവരായതുകൊണ്ട് വാപ്പാക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉമ്മാക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവസാനം ആത്മഹത്യ ഭീഷണി മുഴക്കി ആ പെൺകുട്ടിയെ അവര് വിവാഹത്തിലേക്ക് എത്തിച്ചു. വിവാഹത്തിന്റെ 3ാമത്തെ മാസം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കഴിഞ്ഞ് അവസാനം അതേ വാപ്പ തിരിച്ചു പറയുന്നു, പറ്റിയില്ലെങ്കിൽ നിങ്ങളങ്ങ് ഒഴിവാക്കിക്കാളി. ഒഴിവാക്കിയതിന്റെ കടലാസും ത്വലാഖിന്റെ വിഷയവും സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴും ഒരു വാപ്പ തിരിച്ചു പറയുന്നത്, മക്കളുടെ ത്വലാഖ്, മോളുടെ ത്വലാഖ് കടലാസ് തന്ന ഒപ്പിട്ടിട്ട് ഞാൻ വെജിറ്റബിൾ പീഡിയയിൽ ഏൽപ്പിക്കാം,
നിങ്ങൾ വാങ്ങിക്കൊണ്ടോയാ മതി. ഇത്രക്ക് നിരുത്തരവാദിത്തപരമായ അന്യായം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. വിവാഹബന്ധത്തിലും ആലോചനകളിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. സ്വന്തം മക്കളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കരുത്. മറ്റൊരു കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും സലാസുൻ ദഅവാത്തിൻ, 3 വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. നിങ്ങൾ എത്ര നമസ്കരിച്ചാലും, നിങ്ങൾ ഏത് കൊമ്പത്തെ ഭരണാധികാരിയാണെങ്കിലും 3 വിഭാഗം ആൾക്കാരിൽ നിന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ലാ ശക്ക ഫീഹി, ഒരു സംശയവും നിങ്ങൾ വെക്കണ്ട. അവര് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അത് വാപ്പയാണെങ്കിലും കിട്ടും, ഉമ്മയാണെങ്കിലും കിട്ടും, ഇടക്ക് നിന്നോലാണെങ്കിലും കിട്ടും, ആളുകൾ മറച്ചു പിടിച്ച് ഒരു കുടുംബം നശിപ്പിച്ചവരാണെങ്കിലും കിട്ടും, റാൻമൂളികളായി നിശബ്ദരായവർക്കൊക്കെ കിട്ടും. ആരാണ് ആ കൂട്ടർ? ദഅവത്തൽ മദ്ലൂം, നീതി നിഷേധിക്കപ്പെട്ട, അന്യായത്തിന് കാരണക്കാരനായ, മനസ്സ് വേദനിക്കപ്പെട്ട ഒരാണും പെണ്ണും മനസ്സറിഞ്ഞൊന്ന് കരഞ്ഞ അള്ളങ്ങളെ വെറുതെ വിടൂല. മനുഷ്യരെ, ഒരിക്കലും വിവാഹത്തിൽ അന്യായം ചെയ്യരുത് കേട്ടോ. അത് മക്കളോടും മറ്റൊരു കുടുംബത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാ. എത്ര ജീവിതമാ ആൾക്കാർ തകർത്തോണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൻ, സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ദീനീപരമായ കാര്യത്തിലും അള്ളാഹുവിനെയും കുടുംബത്തെയും മനോഹരമായി സ്നേഹിക്കുന്ന ഒരു കുട്ടി, ആലോചനകൾക്കൊടുവിൽ കിട്ടിയതാവട്ടെ ആരൊക്കെയോ മറച്ചുവെച്ച, ഫെമിനിസം തലക്ക് പിടിച്ച, ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു മനസ്സുമായി ജീവിക്കുന്ന ഒരു പെണ്ണ്. അവൾക്ക് വേണ്ടതെന്താ? രാത്രി 10 മണിക്ക് ശേഷം ബീച്ചിൽ പോകണം, അവർക്ക് ബർഗർ കഴിക്കണം, ലോഡഡ് ഫ്രൈസ് കഴിക്കണം, ആൺ സുഹൃത്തുക്കളുടെ കൂടെ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. എന്നിട്ട് മലമുകളിൽ ചെന്ന് റീൽസുകൾ ഉണ്ടാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതൊന്നും പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും ആണൊന്നിനും കൊള്ളാത്തവനായി, ഓ മദ്രസ പൊട്ടനായി. അതിന്റെ പേരിൽ എത്ര എത്ര നല്ല ചെറുപ്പക്കാരാണെന്നറിയോ മനസ്സ് വേദനിച്ച് ജീവിക്കുന്നത്? എത്ര ചെറുപ്പക്കാരെ ജീവിതാണെന്നറിയോ? പല വാപ്പാരും അങ്ങനത്തെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത് നശിപ്പിച്ച്. അവനവന്റെ പെൺമക്കൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഒരു നല്ല സ്വാലിഹായ ആൺകുട്ടിയെ നിങ്ങൾ ചതിക്കാൻ പാടില്ല. അവളെ കുണ്ടടക്കാനും, ദീനനുസരിക്കാതെ കുണ്ടടക്കാനും, അവൾക്ക് ഇഷ്ടപ്പെട്ടത് ധരിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ആണിനെ കണ്ടെടുത്തിയാൽ മതി. എന്നിട്ട് അവരനുഭവിക്കേണ്ടത് പടച്ചറബിന്റെ അരികിലേക്ക് അവർ ഏറ്റെടുക്കട്ടെ എന്നല്ലാതെ, നിന്റെ മോൾ എങ്ങനെങ്കിലും ഒന്ന് നല്ല കുടുംബത്തിലേക്ക് കഴിച്ചിലാവട്ടെ എന്ന് കരുതി വാപ്പാന്റെയും ഉമ്മാന്റെയും ദീന് നോക്കിയിട്ട് ദീനില്ലാത്ത പെൺകുട്ടികളെ ഒരാണിന്റെ തലയിൽ കെട്ടിവെച്ചാൽ അന്യായമാവാപ്പാരെ. ഇതുപോലെ തന്നെയാ തിരിച്ചും. എത്ര എത്ര സ്വാലിഹത്തായ പെൺമക്കളുണ്ട് എന്നറിയോ? പർദ്ദ ധരിച്ച് അന്യപുരുഷന്മാർക്കിടയിൽ മുഖം പോലും കാണിക്കാതെ ജീവിക്കണം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ. കിട്ടിയതാവട്ടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരൻ. അവൻ എന്തു വേണം? അവൾ ഇടക്കിടക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യണം, മുടി കൂന്തല് പോലെ കൂർത്തവാക്കണം, അവളുടെ പിരികം പഠിക്കണം, അവൾക്ക് ചുണ്ടിൽ ചായം തേപ്പിക്കണം, അരമുതൽ തായോട്ട് കയറുന്ന ചുരിദാർ ഇടിച്ചു കൊണ്ടടക്കണം. കാരണം അവൻ ഭൗതികവാദി, പെൺകുട്ടി ഒരു ദീനീ ചിട്ടയുള്ളവർ. എത്ര എത്ര പെൺമക്കളുടെ ജീവിതമാ ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ അള്ളാന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കാത്ത ആൺമക്കളെ കൊണ്ട് നശിച്ചു പോയത്. അവന്റെ ലക്ഷ്യം കുടുംബക്കാരുടെ കൊണ്ടടക്കണം, 4 ആള് നോക്കിയിട്ട് എനിക്ക് വലിയതാ കിട്ടിയത് എന്ന് പറയണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്നാലേ ഞാനൊരു ഭൗതികവാദിയാവൂ, ഞാനൊരു വലിയ മതനിരപേക്ഷനാകൂ എന്ന ചിന്തയാണെങ്കിൽ ശരി. അനീതി കാണിക്കല്ലേ വാപ്പാരെ, അനീതി കാണിക്കല്ലേ ചെറുപ്പക്കാരാ, അനീതി കാണിക്കല്ലേ പെൺമക്കളുള്ള വാപ്പാരെ. കാരണം ഒരു കുടുംബം നശിച്ചാൽ നാളെ റബ്ബിന്റെ മുൻപിൽ ഒരു ഇബാദത്ത് പോലും പടച്ചോൻ സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ദീനല്ലാത്ത എന്തെങ്കിലും ഒരു മറ, എന്തെങ്കിലും ഒരു ചതി രക്ഷിതാക്കൾ വിവാഹ ആലോചനയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കൾ കുറ്റവാളികളാ. അവർ അള്ളാന്റെ അടുത്ത് കുറ്റക്കാരായി മാറും. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതും, ഇദാ ജാഅത്തുക്കും, നിങ്ങൾ അടുത്തേക്ക് ഒരാൾ വന്നു, അതാണാവട്ടെ, പെണ്ണാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, കുടുംബത്തിൽ ആരെങ്കിലും ആവട്ടെ, ആലോചനയായിട്ടാ വന്നത്. മൻ തർലൗന ദീനിഹി വഖുലുഖിഹി, അവന്റെ ദീനിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ട്, അവന്റെ സ്വഭാവത്തിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ ഫസവ്വിസൂഹു, നിങ്ങൾ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അവിടെ മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഏറ്റവും വലിയ അന്യായം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന്റെ പേരിലാ. അതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയോ? ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ പള്ളി എന്ന് ചിന്തിക്കാൻ വകുപ്പുള്ള നമ്മുടെ പ്രദേശത്ത് പോലും
ചെറിയ ചെറിയ കാരണങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ്. എന്തേ കാരണം? മലേഷ്യക്ക് കൊണ്ടുപോയില്ല. എന്തേ കാരണം? കെട്ടുന്നതുവരെ ഗൾഫിൽ ജോലിയുണ്ട്, പിന്നെ നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുകയാണ്. ഇതൊക്കെയാ പലർക്കും കാരണമെങ്കിൽ ആ അഹങ്കാരത്തിന്റെയും കുലമഹിമയുടെയും തറവാടിത്തത്തിന്റെയും ഭാണ്ഡം പേറുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളെ ഒന്ന് ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഒരിക്കൽ അബൂദറിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അബൂദറെ, നിന്റെ മനസ്സിൽ ജാഹിലിയത്തുണ്ടെങ്കിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ ഗോത്രമഹിമ കൊണ്ടും പണം കൊണ്ടും നിറം കൊണ്ടും മനുഷ്യന്മാരെ അളന്നും ചതിച്ചും ജീവിക്കുന്ന ജാഹിലിയത്ത് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട അബൂദറെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വിവാഹ ആലോചനയിൽ നിങ്ങൾ മര്യാദക്കാരാവണം. നിങ്ങൾ ന്യായം ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രതീക്ഷയോടെ കയറി വന്ന ഒരാണും പെണ്ണും ഹൃദയം പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ, കരച്ചിലും വേദനയൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെയാ. പെണ്ണുങ്ങൾക്ക് കരച്ചിലേ ഉള്ളൂ, പെണ്ണുങ്ങൾക്കേ ബേജാറുള്ളൂ എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി അവനെ വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോകുമ്പോഴും വേണ്ടെന്ന് വെക്കുമ്പോഴും ഒക്കെ രണ്ടു കൂട്ടർക്കും വേദന തുല്യമാ. പിന്നെ രണ്ടു കൂട്ടരും സെക്കൻഡാ. പിന്നെ പലരും ആ അന്വേഷണത്തിലും ആലോചനയിലും പിന്നെ യഥാർത്ഥ കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കണമെന്നുണ്ടാവൂല. അതിന്റെ പിന്നിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കെട്ടുകഥകളുടെ പാണ്ഡങ്ങൾ അയച്ചുവിട്ട് പല കുടുംബങ്ങളും കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ റാൻമൂളികളായി കേട്ട് താണ്ടിച്ച ചെവി വെച്ച് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അള്ള പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ സൂക്ഷിച്ചോ, വലൗ കാഫിറൻ, കാഫിറാണ് നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ പോലും ആ വേദനിക്കപ്പെട്ടവന്റെ മനസ്സ് അള്ളാഹുവിന്റെ ഇടയിൽ മറയായി സ്വീകരിക്കപ്പെടില്ല, നേർക്ക് നേരെ പടച്ചോന്റെ അടുത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും വേണ്ട, ഒന്നും കല്യാണം നടത്തണ്ട എന്നല്ല. മാനുഷിക പരിഗണന വെച്ച് മാന്യമായ രീതിയിൽ, അതല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ദാമ്പത്യം എന്നൊക്കെ. അങ്ങനെ ബോധ്യപ്പെടുത്തിയും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന കുടുംബമുണ്ടെങ്കിൽ പെണ്ണിന് ദീനു മതി, ആണിന് വേണ്ടെന്നല്ല. ആണിന് ദീനു മതി, പെണ്ണിനുണ്ടാക്കണം എന്നല്ല. രണ്ടു കൂട്ടർക്കും ദീനുണ്ടാകുമ്പോഴേ ആലോചനയും കുടുംബവും ബന്ധങ്ങളും ഒക്കെ മനോഹരമാകൂ. പിന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച അത് ഉണ്ടാവൂല മനുഷ്യരെ. അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പണിയെടുത്തവർക്കല്ലാതെ, റബ്ബിലേക്ക് മനസ്സ് ചേർന്നു നിന്നവർക്കല്ലാതെ അള്ള മാറ്റം കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഏത് രംഗത്തിടപെടുമ്പോഴും അന്യായമുണ്ട് എങ്കിൽ അന്യായത്തിന് കൂട്ടുനിൽക്കാത്തൊരു മനസ്സ് വിവാഹ രംഗത്തൊരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും, ഒരുപാട് കണ്ണീര് നമ്മൾ സാക്ഷിയാവേണ്ടി വരും. അറിഞ്ഞുമറിയാതെയും പല കണ്ണീരിന്റെ പിന്നിലും നമ്മൾ കണക്ക് പറയേണ്ടി വരും. അത് നമ്മളെ നേരെ ഒരു തീജ്വാലയായി പടച്ചോൻ കൊണ്ടുവരുന്നതിന്റെ മുൻപ് അള്ളാന്റെ ദീനിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന മക്കളാക്കാനും കുടുംബാക്കാനും നമ്മൾ പണിയെടുക്കണം. വിദ്യാഭ്യാസമല്ല, തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്ന് ഓരോ കുടുംബത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വൈവാഹിക രംഗത്തുള്ള അന്യായങ്ങളും ആലോചനകളിൽ ചിലർ കാണിക്കുന്ന ചതികളും ഒരുപാട് കുടുംബങ്ങളുടെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ബാധിച്ച മറ്റൊരു മാരക വിപത്താണ് വൈവാഹിക ജീവിതത്തെ വെറുക്കുക എന്നുള്ള ഒരു തിന്മ. വിവാഹമേ വേണ്ടെന്ന് വെച്ച് പഠിക്കണം, ജോലി വാങ്ങണം, അവനെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ പണിക്ക് പോയിട്ടോനെ നോക്കണം എന്നൊക്കെയുള്ളൊരു മനസ്സും വെച്ച് വൈവാഹിക ജീവിതത്തെ വെറുത്ത് ജീവിക്കുന്ന വലിയ ഒരു പെൺ സമൂഹം ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില രക്ഷിതാക്കളാവട്ടെ കാര്യമറിയാതെ മക്കളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യും. റബ്ബ് എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പഠിപ്പിക്കൽ മാത്രമല്ല,
ഒരു ജോലി വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, എനിക്കെന്റെ മകളുണ്ടാവാനുള്ള കാരണം ഞാനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹലാലായ ബന്ധം നടത്തിയിട്ടാണ് വാപ്പ എന്ന സ്ഥാനത്തേക്ക്, ഉമ്മ എന്ന സ്ഥാനത്തേക്ക് ഞാൻ എത്തിയത്, ഞങ്ങൾ എത്തിയത്. ആ പരിശുദ്ധമാക്കപ്പെട്ട പവിത്ര ബന്ധവും ബർക്കത്തിന്റെ മക്കൾക്കും കിട്ടണം എന്ന് ചിന്തിക്കാത്തതാണ് രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ 16 തന്നെ പിടിച്ചു കെട്ടിക്കണം എന്നല്ല, നിങ്ങളൊന്നും പെൺകുട്ടികളെ പഠിപ്പിക്കേ ചെയ്യരുതെന്നുമല്ല. മറിച്ചൊരു പെൺകുട്ടിയുടെ വയസ്സറിയിക്കുന്ന കാലം അവളുടെ ജീവിതത്തിലേക്ക്, അവളുടെ ശാരീരികവും മാനസികവുമായ പരിപൂർണതയിലേക്ക് അവൾക്ക് എത്താനുള്ള സൗകര്യം വിവാഹത്തിലൂടെ മാത്രമാണ്. അതല്ലാത്ത ഒരു വഴിയും ഒരാണിനും പെണ്ണിനും ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ആ പരിപൂർണമായ രീതിയിലേക്ക് ബാധ്യതകളും കടമകളും നിർവഹിക്കപ്പെട്ടുമ്പോൾ, നിർവഹണത്തിലേക്ക് എത്തുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെ ഈ നാട് ഇത്ര സംരക്ഷിക്കപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 4-5 മാസമോ 4-5 കൊല്ലമോ എല്ലാവർക്കും ഒരു ഭംഗിയായിരിക്കും ബന്ധപ്പെടാൻ, അല്ലാണ്ട് കൊണ്ടടക്കാൻ. പിന്നീട് അത് കഴിയുമ്പം പലരും ആ പെണ്ണിനെ വേണ്ടാന്ന് വെക്കുകയാണോ? അല്ല. എന്തേ കാരണം? അപ്പോഴേക്കും മക്കളുണ്ടാകും. വാപ്പയമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും, അവരെ വളർത്താൻ തുടങ്ങും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ തുടങ്ങും. അപ്പൊ ജീവിതത്തിന്റെ, വിവാഹത്തിന്റെ തുടക്കത്തിന് ശേഷം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മക്കളും കുടുംബവും സ്വപ്നങ്ങളുമാണ്. അതല്ല കുത്തഴിഞ്ഞ ജീവിതമായിരുന്നെങ്കിലോ നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. കുടുംബമില്ല, മക്കളില്ല, ഭാര്യയല്ല, നയിക്കുന്നതൊക്കെ നമ്മൾ പൊടിച്ചങ്ങോട്ട് തീർക്കും. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കുടിക്കും, തിന്നും, 4 കാല തെരുവ് കൂടെ നടക്കണോ ഞാൻ നടക്കും, നാട് കുട്ടിച്ചോറാവും. അതുകൊണ്ട് തന്നെയാണ് എക്കാലഘട്ടത്തിലും ബാധ്യതയെക്കുറിച്ചും കടമയെക്കുറിച്ചും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ബാധ്യതയും കടമയും വെറുത്ത് സ്വർഗ അനുഗ്രഹികളായി അവർ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സ്വർഗ അനുഗ്രഹികൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ആണുമാണെന്നറിയോ? എത്രയെത്ര പെണ്ണും പെൺകുട്ടികളും ആണെന്നറിയോ? കാണുന്നവർക്ക് അതൊരു ഹരം മാത്ര. ആരാന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വല്ലാത്ത ഹരം പിടിപ്പിച്ച, മുൻപൊക്കെ ചിലർ പറയുന്ന മാതിരി ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ച, കാണാൻ നല്ല ശേല് എന്ന് പറയുന്ന ഒരു രീതി മാത്ര. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചകളും അവരുടെ കളികളും ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കും. അതങ്ങനെയാണല്ലോ. ഭ്രാന്തന്മാർ എന്ത് ചെയ്താലും നോക്കിക്കാൻ കുറച്ചു കൂട്ടരുണ്ടാവും. എന്ത് വൃത്തിയേട് ചെയ്താലും ഉടുത്തയച്ചിട്ട് നടന്നു എന്നവനെ കണ്ടാലും ഒന്ന് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള സ്വർഗ അനുഗ്രഹികളെ പ്രമോട്ട് ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാര ഒരു മാധ്യമവും അതോടൊപ്പം ഒരു സുപ്രസിദ്ധ നടന്മാരും തയ്യാറായി എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ്. അതുകൊണ്ടാണല്ലോ കൊറോണ എന്ന മഹാവിപത്ത് കേരളക്കരയിലേക്ക് വന്നപ്പോ പാത്രം കൊട്ടി കൊറോണയെ തുരത്തിയോടിക്കാമെന്ന് പറഞ്ഞിരുന്ന, തന്റെ ക്യാമറക്ക് മുൻപിലും പിന്നിലും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മഹാനടൻ, ആ മഹാനടൻ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും വൃത്തികേടുകളും സമൂഹത്തിന് മുൻപിൽ കാണിക്കുന്ന ഒരു ഫാസിസ ചിന്താഗതിയുടെ ചാനലും, ഫാസിസത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഉന്മൂലനത്തിന് പണിയെടുക്കുന്ന ചാനലും എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ആവേശഭരിതനായിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള പെണ്ണിനെയും സ്വർഗാനുകാരികളെ, അതല്ലെങ്കിൽ ലെസ്ബിയൻ സെക്സുകളെ, ഗേ സെക്സുകളെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും. ഇത്രയും കാലം 4 വർഷത്തിലധികമായി ആ പെൺകുട്ടികൾ കേരളക്കരയിലുണ്ട്. എവിടെ പോയിരുന്നു സോഷ്യൽ മീഡിയ രാജാക്കന്മാര്, സുപ്രസിദ്ധ നടന്മാര്? ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും അമുസ്ലിമീങ്ങളായ നടന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു. അല്ല, കേരളത്തിലുള്ള മുസ്ലിം പേരുള്ള ഒരു സിനിമാ നടൻ സ്വർഗരതിക്കാരായ ആണിനെ പറ്റി അവർ സിനിമയിറക്കിയിട്ട് ഇന്റർസെക്സിനെ വെള്ളപൂശാൻ ശ്രമിച്ചപ്പോ അന്ന് മുസ്ലിം സമൂഹം പറഞ്ഞു, അഭിനയിച്ചത് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരുള്ളവനായതുകൊണ്ട് അംഗീകരിക്കപ്പെടേണ്ടതല്ല. നിർമ്മിച്ച സംവിധായകൻ പറഞ്ഞു, എന്റെ സിനിമ കണ്ട് 10 ഡൈവേഴ്സ് നടന്നാൽ എന്റെ സിനിമ വലിയ വിജയമാണ്. അത് പറഞ്ഞത് അഭിനയിച്ചതും മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളായിരുന്നു. ഇങ്ങനെ ലഘൂകരിക്കപ്പെടുന്ന ഇന്റർസെക്സ് ഇത്രയും കാലങ്ങൾക്കിടയിൽ ഇവിടെയുണ്ടായിട്ടും കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല മാനുഷിക പരിഗണന. മറിച്ച് നമ്മളൊക്കെ പറയാറില്ലേ, ആരാന്റെ അമ്മക്ക് ഭ്രാന്തു വന്ന കാണുന്ന രസത്തിൽ എന്തും വിളിച്ചു പറയാമെന്ന് ഒരു നടന്മാരും ചിന്തിക്കേണ്ടതില്ല. ന്യായമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. കേരളത്തിലെ 19 ഗേ കപ്പിളുകളെ അവസരം കൊടുക്കണം. സ്വന്തം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ അവർക്കുള്ള സംരക്ഷണം ഒരുക്കണം.
എന്നിട്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, മക്കളെ നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ അച്ഛൻ വേറൊരു അച്ഛനെ കല്യാണം കഴിച്ചിട്ടല്ല. ആ തിരിച്ചറിവാണ് പ്രകൃതിയുടെ നിയമം. കേരളത്തിലുള്ള 90% കുടുംബിനികളും എന്റെ വാക്കിനെ അംഗീകരിച്ചു എന്ന് മഹാനടൻ വാചാലപ്പെടുമ്പോഴും കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും മനസ്സൊന്നും ഒരു മഹാനടന് അവകാശപ്പെട്ടതല്ല. അവിടെ തുറന്നു പറഞ്ഞ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരമ്മയുടെ വേദനയോടൊപ്പമാ കേരളത്തിൽ ഇസ്ലാമിനെ എന്നല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളും. ഇത്രമാത്രം മൃഗീയമാക്കപ്പെടുന്ന, വികൃതവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരം 10-20 എണ്ണത്തിനൊരു കൂട്ടുകൊണ്ടുപോയിട്ട് അവരെ ഉടുക്കാത്തതും ഉടുത്തതും കാണാത്തതും കണ്ടതും പിടിച്ചതും കെട്ടിപ്പിടിച്ചതും ശരീരത്ത് ഭാഗങ്ങളും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോന്യാസങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഇതൊക്കെ ഒരു കൃത്യമായ അജണ്ടയാ. കേരളത്തിൽ നിരവധി കപ്പലുകൾ ഉണ്ടായിട്ടും പേരുകൊണ്ട് പർദ്ദ ധരിക്കുന്ന ഒരു പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് പർദ്ദയിപ്പിച്ച് തുടങ്ങിയ ഒരു ചാനലിന്റെ പരിപാടിക്ക് പിന്നിലും കൃത്യമായ വർഗീയതയുണ്ട്. അത് കണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ പോലും ആലോചിക്കണം. നാളെ ബാധ്യതയും കുടുംബ ബന്ധങ്ങളും വെറുക്കുന്ന ഒരു മക്കളെ വളർന്നു വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള ആകൃഷ്ടകരാണെങ്കിൽ വേണ്ടെന്ന് വെക്കണം. അതെത്ര ആനന്ദം നൽകുന്നതാണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവൻ കേരളത്തിൽ ഏത് അവാർഡ് നേടുന്ന പരമോന്നത ബഹുമതി നേടുന്നവനാണെങ്കിലും ശരി, നെല്ലളന്നും പാടം തീറെഴുതിയുമല്ല ഈ ലോകത്ത് പലതും നേടിയെടുക്കേണ്ടത് ആത്മവിശ്വാസം കൊണ്ടും സംസ്കാരം കൊണ്ടുമാണെന്ന് മറ്റുള്ള ആളുകൾ കാണിച്ചു കൊടുത്തത് കണ്ടുപഠിക്കാനെങ്കിലും ക്യാമറന്റെ മുൻപിലും പിന്നിലുമുള്ള അഭിനേതാക്കൾക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു വാക്ക്, അത്തഅ്തൂനൽ ഫാഹിഷത. ഒരു മുസ്ലിം സമൂഹത്തിന്, ഒരു മുസ്ലിം ബാപ്പാക്ക്, ഒരു മുസ്ലിം ഉമ്മാക്ക് നാളെ പരലോകമുണ്ടെന്നും മരിച്ചാൽ കബറുണ്ടെന്നും ഖബർ എന്ന ലോകത്ത് റബ്ബിന്റെ ചോദ്യമുണ്ടെന്നും ആഹ്റമുണ്ടെന്നും 5 വക്ത് നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ മാന്യമായി ജീവിക്കുന്ന കേരളത്തിലെ ഓരോ രക്ഷിതാക്കളും പറയും, കയറ്റില്ല വീട്ടിൽ നിന്ന്. കാരണം ഞങ്ങൾ ഹബീബായ നബി തങ്ങളും വിശുദ്ധ ഖുർആനിൽ ലോകത്തെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, അത്തഅ്തൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. ലോകത്തന്ന് വരെ ഒരു മനുഷ്യനും ചെയ്യാത്ത ആ വൃത്തികേടുകൾ കണ്ടിട്ടുണ്ടോ? പൂവൻ കോഴികൾ അണചേരുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ ജീവിക്കുന്നത്? ആ വൃത്തികേടുകളെ ഒരിക്കലും നിങ്ങൾ സമീപിക്കരുത്. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. തീർച്ചയായും അതൊരു തെമ്മാടിത്തരമാണ്. അതിര് കടന്ന പണിയാണത്. ആ അതിര് കടന്ന പണിയോടൊപ്പമാണ് വാപ്പയെന്ന ഞാൻ, ഉമ്മയെന്ന എന്റെ ഭാര്യ. കേരളത്തിലെ 99.9% മനസ്സങ്ങനെയാണെങ്കിൽ 1% കയ്യടി നേടാനും കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് കൂട്ടിനടച്ച് ഇസ്ലാമിന്റെ വികൃത മുഖം എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഏത് മഹാനടൻ പണിയെടുത്താലും ശരി, ഒരു വാക്കേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളൂ, അത് അവനവന്റെ കീശയിൽ തന്നെ 4 മടക്കി വെച്ച് കിട്ടാവുന്ന ചെക്കിന്റെ വലുപ്പവും എണ്ണവും പദവിയും നോക്കി അവനവന്റെ സൗകര്യത്തിന് ജീവിച്ചാൽ മതി. കേരളീയ സമൂഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ടതില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അതിന് പ്രൊമോട്ട് ചെയ്യുന്നവരും കാണാൻ തുറന്നു വെച്ചവരും കണ്ടിരിക്കുന്നവരും ആ ചിന്തയിലേക്ക് എത്തിയാൽ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും, ഞാൻ ഉണ്ടായതൊരു വിവാഹത്തിലൂടെയാണെങ്കിൽ വിവാഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. അത് ഇന്റർസെക്സ് അല്ല, LGBTQ അല്ല, മറ്റേതെങ്കിലും ലെസ്ബിയൻസ് അല്ല, ഏതെങ്കിലും തരത്തിലുള്ളതല്ല. ഒരു പെണ്ണിനെ മനോഹരമായി ജീവിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന പുഷ്പങ്ങളായ മക്കളെ എനിക്കല്ല തന്നിട്ടുണ്ട് എങ്കിൽ കുടുംബമാണ്, ബന്ധമാണ് സമൂഹത്തിന്റെയും സാമൂഹികമായ സന്തുലിതതയുടെയും ഏറ്റവും സുരക്ഷിതമായ മാർഗം. ആ തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അക്രമികളുടെ ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ജീവിത സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളെ നാടും നമ്മളെ മക്കളും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന രോഗികൾ
ഏവർക്കും ഹൈറായത് എന്താണോ റബ്ബേ, ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ. മരിച്ചുപോയ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട്. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാനും ബാധ്യത തീർക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് നേരായ വഴി കാണാനും സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഭൗതികവാദത്തിൽ നിന്നും മക്കൾ രക്ഷപ്പെടാനും വൃത്തികേടിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും മീഡിയകളിൽ നിന്നും അതിന് പ്രചരിപ്പിക്കുന്ന പ്രൊമോട്ടർമാരിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാത്തുരക്ഷിക്കുകയും സംസ്കാര സമ്പന്നമായ ഒരു തലമുറയെ വളരാൻ ഞങ്ങളെ മക്കൾക്കും നാടിനും നീ തൗഫീക്ക് നൽകണമേ. റബ്ബെ, ഗസയിലടക്കം, പ്രത്യേകിച്ച് ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പട്ടിണി കിടക്കുന്ന സാധുക്കളായ മക്കള്, കുടുംബങ്ങള്, മൃഗീയമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനവും സംരക്ഷണവും നൽകി ആത്യന്തികമായ വിജയം ഓരോ ജനതക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.